സർക്കാരിനും പോലീസിനുമെതിരെ വിമർശനം തുടർന്ന് പി.വി. അൻവർ എം.എൽ.എ താൻ കളിക്കുന്നത് കൊമ്പനോടാണ്, തന്നെ വളഞ്ഞിട്ട് കുത്താൻ ശ്രമിക്കുന്നത് കുങ്കിയാനകൾ ആണെന്നും പി.വി. അൻവർ പരിഹസിച്ചു. നമ്മളെന്ത് സീക്രട്ട് പുറപ്പെട്ട് അവിടെ ഇവര് ഫോൺ ചോർത്തുന്നുണ്ട്, ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, പേരടക്കം നിങ്ങൾക്ക് തന്നാലേ അത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിൻ്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ? നോക്കാം നമുക്ക്. സർക്കാരിനും പോലീസിനുമെതിരെ വിമർശനം തുടർന്ന് പി.വി. അൻവർ എം.എൽ.എ താൻ കുത്തുന്നത് കൊമ്പനോടാണ്, തന്നെ വളഞ്ഞിട്ട് കുത്താൻ ശ്രമിക്കുന്നത് കുങ്കിയാനകളാണെന്നും പി.വി. അൻവർ പരിഹസിച്ചു. തനിക്കെതിരെ കേസുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കാം, ചുരുങ്ങിയത് 100 കേസെങ്കിലും വരുമായിരിക്കും. LLB പഠിക്കാൻ പറ്റുമോ എന്നതാണ് ചിന്തിക്കുന്നതെന്നും പി.വി. അൻവർ പരിഹസിച്ചു. ഫോൺ ചോർത്തുന്നതിൽ കേസില്ല, ഫോൺ ചോർത്തുന്നുണ്ടെന്ന് പറഞ്ഞതിലാണ് കേസ്. ഇതെന്ത് നീതിയാണെന്ന് പി.വി. അൻവർ ചോദിച്ചു. അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ലെന്ന് പി.വി. അൻവർ വ്യക്തമാക്കി. പ്രിയപ്പെട്ട സഖാക്കൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ പാർട്ടി ലൈൻ എന്ന് പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക പറ്റിക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിലുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആ പ്രവർത്തകരുടെയും ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കും വേണ്ടി സംസാരിച്ചാണ്. അപ്പം എന്നെ കുറ്റവാളിയാക്കി ജയിലിലടക്കാനാണ് ഈ പറയുന്ന പാർട്ടി ലൈൻ എന്ന് പറയുന്ന പാർട്ടിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട സഖാക്കൾ പ്രത്യേകം ആ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന റിസ്കുകൾ മുഴുവൻ എടുക്കുന്നത്. ഞായറാഴ്ച സമ്മേളനത്തിന് ശേഷം തിങ്കളാഴ്ച സഭയിലെത്താൻ കഴിയുമെന്ന് കരുതുന്നില്ല. നിയമസഭയിൽ എവിടെയിരിക്കണമെന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യുമെന്നും സീറ്റില്ലെങ്കിൽ നിലത്തിരിക്കുമെന്നും പി.വി. അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.